ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. KSRTC ഡ്രൈവർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. KSRTCയിൽ ഡ്രൈവർ ജോലി കിട്ടുമോ, KSRTCയിൽ കണ്ടക്ടർ ജോലി കിട്ടുമോ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ, എങ്ങനെയാണ് ആ ജോലി കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രാവശ്യവും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മെസ്സേജുകൾ പാസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്ക് KSRTCൻ്റെ അത് സെയിം പാരലൽ സർവീസായ സ്വിഫ്റ്റ് KSRTCയിൽ ആളെടുക്കുന്ന വിവരവും ഡ്രൈവർ കണ്ടക്ടറും കൂടെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള പോസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ള പോസ്റ്റിലേക്കാണ് അവർ ആളെടുക്കുന്നത്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ഓഫീസ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ വീണ്ടും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി 20/9/2023 4-ാം തീയതിയാണ് പരസ്യം പരസ്യം സോഷ്യൽ ഇതിൽ വന്നിരിക്കുന്നത്, മാധ്യമങ്ങളിൽ എത്തിയത്. അത് 20-ാം തീയതിയാണ്. 20/9/2023 ലാസ്റ്റ് ഡേറ്റ്. ഇതിന് അപേക്ഷിക്കേണ്ടതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും ബാക്കിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആകും. എവിടെ? അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷ കിട്ടും. അപ്പോൾ അതിൽ അപേക്ഷിക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിലും ചോദിക്കണില്ലെങ്കിലും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ചില കേസിൽ കണ്ടക്ടർ ആദ്യം ലേഡീസിനൊന്നും എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും പിന്നെ അതിൻ്റെ ടെസ്റ്റ് നടക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ കണ്ടതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അത് ഒന്നില്ലെങ്കിൽ അതുപോലെ ആയിരിക്കും, അതിൽ വ്യത്യസ്തമായിരിക്കും. എങ്ങനെയാണെങ്കിലും ഈ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി 20/9/2023 ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വിഫ്റ്റിലിപ്പോൾ കയറിയ കുറേ ആൾക്കാർ ഇവിടെ ട്രയലിന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ബൾക്കായിട്ട് ഒരു 1000 ചില്ലറ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടന്നിരുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റിലും ബേസ് ചെയ്തിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ ടെസ്റ്റ് നടന്ന സമയത്ത് ഇവിടെ അതേപോലെ അടുപ്പിച്ച് കുറേ ദിവസം ഞാൻ അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും നിങ്ങളുടെ കയ്യിലും എത്തിക്കുകയും ചെയ്യുന്നതിലും, അതുമാത്രമല്ല ആ ജോലി ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളിൽ കുറേ പേർക്ക് അറിയും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിനെ നോക്കി കണ്ടന്റ് അത് തന്നെയായിരിക്കും. അതിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചേർത്ത് അതിന് വേറൊരു രൂപത്തിലാക്കിയിട്ട് അവരുടെ ഒരു വീഡിയോ ഒക്കെ പോലെ ചെയ്യുന്ന ആൾക്കാരും ഇതിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ എങ്കിലും അത് കണ്ടു കഴിഞ്ഞാലും ഉടനെ നിങ്ങൾ ആ സംഭവങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ 2 ദിവസം മുന്നെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഈ PSCൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കുറേ നല്ല നല്ല സൈറ്റുകൾ, നല്ല ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ അവർ കൃത്യമായിട്ട് കറക്റ്റ് അപ്ഡേഷൻ ഇടും. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അപ്ഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 3-4 ഭാഗത്ത് നിന്ന് വരുന്നതിനൊക്കെ കൂടെ കാണും. എന്നിട്ടൊക്കെ കൂടെ കണ്ട് കൂട്ടിക്കുഴച്ച് വേറൊരു സംഭവം ഉണ്ടാക്കും. അങ്ങനത്തെ ചാനലുകളും ഉണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇവിടെ വന്ന് പഠിച്ചുപോയ കുട്ടികൾ തരുന്ന ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ സ്വിഫ്റ്റിൽ തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പോയി കയറിയിട്ടുണ്ട്. അപ്പോൾ ആ കയറി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇനി അവിടെ അതേപോലെ തന്നെ സ്വിഫ്റ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് അവർ ഒരു പ്രാവശ്യം പോയി ഫെയിലായി അവരടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഡയറക്ഷൻ കൊടുത്ത് പാലക്കാട് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ, അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് രണ്ടാമത് പോയി ജോയിൻ ചെയ്ത ആൾക്കാരും ഇന്ന് സ്വിഫ്റ്റ് KSRTCയിലുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരത് കിട്ടണം, അവർ കാരണം അങ്ങനെ ഒരു ജോലി എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഉദ്ദേശമാണ് എൻ്റെ അടുത്ത് വരുന്നത്, ആ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് പകർന്നു തരാൻ പ്രാപ്തിയുള്ള ഒരാൾ ഞാനായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ കൊണ്ടുവന്നത് ഈ കേരളത്തിൽ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും എൻ്റെ ഓരോരോ അറിവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റേതായ അപ്ഡേഷൻസ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് എൻ്റെ പോലെ കറക്റ്റ് എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ തൊട്ടടുത്ത് അപ്പുറത്ത് പോയിട്ട് എനിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും കേരളത്തിലുണ്ട്.
പക്ഷെ നമ്മളെ എൻ്റെ ഡിസ്ട്രിക്റ്റൊക്കെ വിട്ട് പുറത്തൊരു ഡിസ്ട്രിക്റ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ചെയ്യുകയാണെങ്കിൽ അവരെൻ്റെ അടുത്ത് അവസാനം ഇത് അങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ അങ്ങനെ വരാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ലടാ നീ ചെയ്തോ, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. കൊല്ലത്തൊക്കെ വെച്ച് നടന്നിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ടൈമിൽ. അതൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് പറയേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്വിഫ്റ്റ് KSRTC എന്നുള്ളതിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. 4-ാം തീയതിത്തെ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ് എനിക്കത് ഫോർവേഡ് ചെയ്ത് തന്നത്. അപ്പോൾ അത് പ്രകാരം നിങ്ങളതിൻ്റെ വെബ്സൈറ്റ് നോക്കുക. വെബ്സൈറ്റിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയാം, www.cmd.kerala.gov.in. അതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും, അതിലേക്ക് അയക്കുക. 20-ൻ്റെ മുൻപ് കേട്ടോ, 20/9/2020 മുൻപിൽ അയക്കണം. ഇനി എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ഒരു മാറ്റർ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഹൈക്കോർട്ട് ഷോഫറിന് ട്രാവലറിലാണ് ട്രെയിനിങ് കൊടുക്കണമെന്നുള്ളതിൻ്റെ ആ ട്രെയിനിങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഒന്ന് സൂം ചെയ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് റോഡ് ക്ലാസ് പോകാനുള്ള ബൊലേറയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഹൈക്കോർട്ട് ഷോപ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ഹൈക്കോർട്ട് ഷോപ്പറിൽ റോഡിന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നമ്മളുടെ എന്താ പറയുക ട്രാവലറിൽ ടീയും റോഡുമാണെന്നാണ്. അപ്പോഴും എൻ്റെ ഈ ഹൈക്കോർട്ട് ഷോഫറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് ടെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുൻപും ഇതിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് വരുന്നതിൻ്റെ മുൻപ് തന്നെ, റാങ്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിൻ്റെ മുൻപ് തന്നെ ഞാനത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഗ്രൗണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഞാനൊരിക്കലും നമ്മളുടെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം, അതാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ടെസ്റ്റ് വരും എന്നുള്ളത് കൊണ്ട് ആ പ്രകാരം പഠിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ പഠിപ്പിക്കുന്നത് മുഴുവനും കാരണം കൃത്യമായിട്ട് അവിടുത്തെ എന്താണ് എന്നുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും കിട്ടി. അത് പ്രകാരം തന്നെയാണ് ഈ 19-ാം തീയതി മുതൽ ഞാനിത് തുടങ്ങിയ അന്ന് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇന്നും അതേ പരിശീലനം തന്നെയാണ് പോണത്. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ഒഴിവാക്കി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇനി ഏത് രീതിയാണെന്ന് അറിയാത്തതുകൊണ്ട് എക്സ്ട്രാ 1-2 രീതിയും കൂടെ ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ ഫൈനൽ ഒരു ഇതിലേക്ക് എന്താണോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സംഭവങ്ങൾ തന്നെയാണ് ചെയ്യണം. അതിന് മാറ്റങ്ങളൊന്നുമില്ല, അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് എങ്ങനെ എനിക്കുണ്ടായി? വിത്ത് മൈ എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത സംഭവമായിരുന്നു അത്. അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ റോഡ് പോകാൻ വേണ്ടി നിൽക്കുന്ന ബൊലേറോ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെയിലൊന്ന് നല്ല രീതിയിലാണ് സമയത്ത് 2:30 മണിയാകുമ്പോൾ റോഡ് പോകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വാഹനം ഓടിക്കുന്ന നല്ല നല്ല ഡ്രൈവർമാർ, അവർക്ക് നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഓട്ടോ, ടാക്സി, അതേപോലെ പ്രൈവറ്റ് ബസ്, പിന്നെ ലോറി ഓണേഴ്സ്, ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെയുള്ള ആ ഡ്രൈവർ തൊഴിലാളികളായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ അതിൽ ഇവർ ഈ അപേക്ഷയിൽ കൂടുതൽ വിദ്യാഭ്യാസമോ വലിയ ടെസ്റ്റിൻ്റെ കാര്യമൊന്നും അവർ നോക്കുന്നില്ല. അവർക്ക് ഡ്രൈവറിൻ്റെ എലിജിബിലിറ്റിയാണ് മെയിനായിട്ട് നോക്കുന്നത്. കഴിഞ്ഞ ടെസ്റ്റിന് അതുപോലെ തന്നെയായിരുന്നു, ഇതും അതുപോലെ തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ അതിൽ എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കൂ. നിങ്ങൾ ബാക്കി പുറകിലേക്ക് നിൽക്കേണ്ട, അപേക്ഷിക്കുക. 8-ാം ക്ലാസ് ആണെങ്കിലും 7-ാം ക്ലാസ് ആണെങ്കിലും 10-ാം ക്ലാസ് ആണെങ്കിലും ഇനി +2 ആണെങ്കിലും നിങ്ങൾ അപേക്ഷിച്ചിടും. നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല ഡ്രൈവർമാർക്ക് നല്ല നല്ല അവസരം കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വാചകങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപേക്ഷ അയക്കാൻ മറക്കരുത്. ലാസ്റ്റ് ഡേറ്റ് 20/9/2023. ഗുഡ് ബൈ.